ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് രണ്ടാമത്തെ യൂണിറ്റായിട്ടുള്ള എൻ്റർപ്രൈസ് പ്ലാനിംഗ് എന്നുള്ളത് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഒരു പരീക്ഷ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, എൻ്റർപ്രൈസ് പ്ലാനിംഗ് എന്നുള്ളതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തലങ്ങളിലുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ്. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രീം വെഞ്ചർ സാധ്യമാകണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മുന്നേ കൂട്ടിയുള്ള അറിവുകൾ ആവശ്യമാണ്. എത്ര തൻ്റെ ക്യാപിറ്റൽ തൻ്റെ കൈവശമുണ്ട്, എന്നെ ആരൊക്കെ സഹായിക്കാനുണ്ട്, എന്തൊക്കെയാണ് എനിക്ക് ആവശ്യകതകൾ, എന്തെല്ലാം മെറ്റീരിയൽസ് ആവശ്യമാണ്, സ്പേസ് എത്ര ആവശ്യമാണ്, ടൂൾസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവാൻ ആയിരിക്കണം അദ്ദേഹം. അതിന് മുൻപായിട്ട് ഇന്ന് നിലവിലുള്ള നമ്മുടെ ബിസിനസ് എൻവയറമെൻറ്റിൽ ഏതെല്ലാം രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ബിസിനസ് എൻ്റർപ്രൈസസിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് പ്രൈവറ്റ് സെക്ടർ മേഖലയിലുള്ള ബിസിനസ്സുകൾ, പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന മേഖലയിലുള്ള ബിസിനസ്സുകൾ, ജോയിൻ്റ് സെക്ടർ എന്ന് പറയുന്ന മേഖലയിലുള്ള ബിസിനസ്സുകൾ. അതിൽ ഒന്നാമത്തെ ബിസിനസ് ആണ് പ്രൈവറ്റ് സെക്ടർ ബിസിനസ്സുകൾ, അതായത് സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. സ്വകാര്യ മേഖലയിലുള്ള ബിസിനസ്സുകളിൽ നമുക്ക് പ്രധാനമായും ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. 2 ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. 3 പാർട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇങ്ങനെ നമുക്ക് 5 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നുകൂടെ പറയാം: സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രൈവറ്റ് സെക്ടർ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിസിനസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അതായത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വകാര്യ വ്യക്തികൾ നടത്തിപ്പോരുന്നതായിട്ടുള്ള വാണിജ്യങ്ങളെയാണ് പ്രൈവറ്റ് ബിസിനസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബിസിനസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് നമുക്ക് പല ടൈപ്പ് ബിസിനസ്സുകൾ എന്ത് ചെയ്യാൻ സാധിക്കും, നടത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ പ്രൈവറ്റ് സെക്ടർ ബിസിനസ് എന്നുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഇതുകൂടാതെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇത്തരത്തിലുള്ള രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ ആകാം. അതിൽ ഒന്നാമത്തെ വിഭാഗം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആയിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഏകാംഗ വ്യാപാരം എന്ന് പറയും. ഒരു ബിസിനസ് കൺസേൺ ഒരു വ്യക്തി മാത്രമായി ഓണർഷിപ്പ് കൊണ്ടു നടക്കുകയും അത് ബിസിനസ് അയാൾ തന്നെ നോക്കി നടത്തുകയും ചെയ്യുമ്പോൾ അതൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. എ ബിസിനസ് കൺസേൺ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ സോൾ ട്രേഡിംഗ് ബിസിനസ്. ഒരു വ്യക്തി തന്നെ മാനേജ് ചെയ്യുകയും അത് അയാൾ തന്നെ സ്വന്തമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. SOLE, സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാംഗമായ എന്നർത്ഥം. അപ്പോൾ ഹി ഓൺസ് ഓൾ ദ റിസ്ക് ആൻഡ് ഹി ഓൺസ് ഓൾ. അയാൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉടമ, അയാൾ തന്നെ എല്ലാ റിസ്കുകളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. സോ ഹീ ഈസ് ദ മാനേജർ, ഹീ ഈസ് ദ ബോസ്, ഹീ ഈസ് ദ എക്സിക്യൂട്ടീവ്. എല്ലാം അയാൾ തന്നെയാണ്. മാനേജറും ബോസും എക്സിക്യൂട്ടീവും അക്കൗണ്ടൻറ്റും എല്ലാം അയാൾ തന്നെയാണ്.
He brings his own capital, uses his own skills and is entitled to all the profits. അയാളുടേതായിട്ടുള്ള മൂലധനം കൊണ്ടുവരുന്നു, അയാളുടേതായിട്ടുള്ള വിവിധ ടാലൻറ്റുകളും സ്കില്ലുകളും ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ ലാഭത്തിനും അർഹനായിട്ടുള്ളത് അയാൾ തന്നെയാണ്. സോ ഹീ ഈസ് ദ മാസ്റ്റർ ഓഫ് ഹിസ് ബിസിനസ്, ഹീ ഈസ് ദ ബോസ് ഓഫ് ഹിസ് ബിസിനസ്. അങ്ങനെയുള്ള ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് താഴെ പറയുന്ന പ്രകാരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് 1 ഇൻഡിവിജ്വൽ ഓണർഷിപ്പ്. അവിടെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് വ്യക്തിഗതമാണ്. അതായത് ഒരു വ്യക്തിയാണ് അതിൻ്റെ ഉടമ, ആ ബിസിനസ്സിൻ്റെ ഉടമ. അത് എത്ര തന്നെ വലുതായിക്കോട്ടെ, എത്ര തന്നെ ചെറുതായിക്കോട്ടെ, അവിടെ ഉടമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. 2 പേഴ്സണൽ കൺട്രോൾ. ആ ബിസിനസ്സിൻ്റെ നിയന്ത്രണം മുഴുവനും ആ വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. വ്യക്തിപരമായി അയാൾ ആ ബിസിനസ് മുഴുവനും നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. 3 ഇൻഡിവിജ്വൽ റിസ്ക് എന്നതാണ്. റിസ്കുകൾ എല്ലാ ബിസിനസ്സിലും ഉണ്ടായിരിക്കും. ആ റിസ്കുകൾ ഇവിടെ ഏറ്റെടുക്കുന്നത് ആരാണ്? വ്യക്തി തന്നെയാണ്. വ്യക്തിപരമായി തന്നെ എല്ലാ റിസ്കുകളെയും അദ്ദേഹം നേരിടേണ്ടതുണ്ട് എന്നുള്ളതാണ്. 4 ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ചേർന്ന് വരുന്നതായിട്ടുള്ള, അതുമായിട്ട് അനുബന്ധമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ബാധ്യതകളും അൺലിമിറ്റഡ് ആണ്. ഇത്ര രൂപ വരെ ഞാൻ ബാധ്യസ്ഥനാകൂ, മറ്റൊന്നും ഞാൻ ബാധ്യസ്ഥനാകില്ല എന്ന് പറയാൻ അവിടെ നിവൃത്തിയില്ല എന്നർത്ഥം. എത്ര കണ്ട ബാധ്യതകളുണ്ടോ അത് മുഴുവനും അയാൾ തന്നെ കൊടുത്തു തീർക്കണം. ഏതെങ്കിലും കാരണവശാൽ ബിസിനസ് നഷ്ടമാവുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റായിട്ടുള്ള സ്വത്തുക്കൾ വരെ ഈ ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ നാം പണം കൊടുത്തെടുക്കേണ്ടത് ആരാണോ അവർക്കൊക്കെ കൊടുത്ത് വീട്ടേണ്ടതായിട്ടുള്ള വരും. അതുകൊണ്ടാണ് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ലയബിലിറ്റി എന്നുള്ളത്. 5 ഒരു ഫീച്ചർ നോ ലീഗൽ റെസ്ട്രിക്ഷൻസ്. അത്തരം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് പ്രത്യേകമായിട്ട് നിയമപരമായിട്ടുള്ള കടമ്പകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ കടമ്പകളായിട്ട് നിൽക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫീച്ചേഴ്സ്: ഇൻഡിവിജ്വൽ ഓണർഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ഉടമസ്ഥാവകാശം. 2 പേഴ്സണൽ കൺട്രോൾ, വ്യക്തിപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ. ഇൻഡിവിജ്വൽ റിസ്ക്, എല്ലാ റിസ്ക്കും ഇൻഡിവിജ്വൽ വ്യക്തിയായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. അൺലിമിറ്റഡ് ലയബിലിറ്റി, ബാധ്യത അൺലിമിറ്റഡ് ആണ്. നോ ലീഗൽ റെസ്ട്രിക്ഷൻസ്, നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്, ഇല്ല എന്ന് പറയാം. ഇനി ഇത്തരത്തിലുള്ള ഏകാംഗ വ്യാപാരി, അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം അടുത്ത് പഠിക്കാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഒന്നാമത്തെ ഈസി ഫോർമേഷനാണ്. അതായത് ലീഗലി വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ബിസിനസ് എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ വ്യക്തിക്ക് ഒരു ഇനീഷ്യേറ്റീവ് വേണം, അതിനുള്ളൊരു ഉത്സാഹവും അദ്ദേഹത്തിൻ്റെ അതിനു വേണ്ടിയുള്ളൊരു ഫണ്ടും വേണം എന്നത് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് അത് നമുക്ക് ഫോം ചെയ്യാനായിട്ട്, തുടങ്ങാനായിട്ട് സാധിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഗുണം. 2ാമത്തെ ഗുണം എന്നുള്ളത് ക്വിക്ക് ഡിസിഷൻസ് ആണ്. അതായത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഹീസ് സോൾ അതോറിറ്റി, ആ എല്ലാത്തിൻ്റെയും ഉടമസ്ഥ ആൾ തന്നെയാണ്. അയാൾ മറ്റൊരാളോട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല. ആയതുകൊണ്ട് ഡിസിഷൻസ് ആർ ക്വിക്ക്. ദെൻ 3rd പോയിന്റ് ഈസ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. കാര്യക്ഷമമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. കാരണം ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാംഗ വ്യാപാരി എല്ലാ കാര്യങ്ങളിലും പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഹീ പേഴ്സണലി അറ്റൻഡ് എവറിത്തിങ് ആൻഡ് ഹീ ഹിംസെൽഫ് സൂപ്പർവൈസസ്. ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല രീതിയിലും വേസ്റ്റേജസ് ഒഴിവാക്കാനും അങ്ങനെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് ബെറ്റർ പേഴ്സണൽ കോണ്ടാക്ട്സ് എന്നുള്ളതാണ്. ഒരു സോൾ ട്രേഡറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പേഴ്സണലായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കണക്ഷൻസ് എല്ലാം തന്നെ ഫ്രണ്ട്ലി കണക്ഷൻസ് ആയിരിക്കും, ഫ്രണ്ട്ലി റിലേഷൻഷിപ്സ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കസ്റ്റമേഴ്സുമായിട്ടും എംപ്ലോയീസുമായിട്ടും ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അത് നല്ലൊരു പേഴ്സണൽ കോണ്ടാക്റ്റായിട്ട് മാറുന്നതിനും അത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനും അദ്ദേഹത്തിന് സാധ്യമാണ് എന്നുള്ളതാണ്. 5ാമത്തെ ഗുണം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവോ അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ഒരു ഏകാംഗ വ്യാപാരിയുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ക്യാൻ ഡു എനി ചേഞ്ചസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് എനി ടൈം. ആരോടും ചിന്തിക്കേണ്ടതും കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഏത് സമയത്താണോ മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉടനെ തന്നെ നടപ്പിൽ വരുത്താനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് മോസ്റ്റ് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ സാധിക്കും. ആറാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ വളരെ ചിലവ് കുറവാണ്. ദർ ഇസ് നോ നീഡ് ടു അപ്പോയിൻറ്റ് എക്സ്പെർട്സ്. വലിയ പ്രൊഫഷണലുകളെയോ അല്ലെങ്കിൽ വലിയ എക്സ്പെർട്ടുകളെയോ ഒന്നും അപ്പോയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ഒരു ഏകാംഗ വ്യാപാരിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയും ഉണ്ടായിരിക്കില്ല. ഹീ ഹിംസെൽഫ് ക്യാൻ മാനേജ് ഓൾ അഫയേഴ്സ്. എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് തന്നെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ആയതുകൊണ്ട് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ചെലവുകൾ അദ്ദേഹത്തിന് തീരെ ഇല്ല എന്ന് പറയാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ്ലി ദർ ഈസ് കണ്ടിന്യൂറ്റി. അതായത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ച. സാധാരണ രീതിയിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തിക്കൊണ്ടു പോകുന്നതായിട്ട് ഒരു വ്യക്തി നടത്തിക്കൊണ്ടു പോകുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇറ്റ് മേ ബി ഫ്രം ഹെറിഡിറ്ററി. ഹീ മൈറ്റ് ഹാവ് ഗോട്ട് ഇറ്റ് ആസ് എ ഹെറിഡിറ്ററി അഫെയർ. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത് നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളായിരുന്നു. അതിൽ നിന്നും അച്ഛൻ മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടി. ഇദ്ദേഹം മരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകൻ അത് ഏറ്റെടുത്ത് നടത്തും. അങ്ങനെ തലമുറകളായിട്ട് ഈ ബിസിനസ് തുടർന്നു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാരണത്താൽ ലൈഫ് ഓഫ് ദ ബിസിനസ് ഈസ് ലോങ്. അതുകൊണ്ട് അതിനെ തുടർച്ചയുള്ളത് എന്ന് പറയും, കണ്ടിന്യൂറ്റി ഉള്ളത് എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടി അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഒന്ന്, ഈസി ഫോർമേഷൻ, എളുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒന്നാണ്. രണ്ട്, ക്വിക്ക് ഡിസിഷൻസ്, എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. മൂന്ന്, എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, കാര്യക്ഷമമായിട്ടുള്ള മാനേജ്മെൻറ്റ്. ബെറ്റർ പേഴ്സണൽ കോണ്ടാക്ട്സ്, വളരെ നല്ല രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ. ദെൻ ഫ്ലെക്സിബിലിറ്റി, മാറ്റങ്ങൾ എളുപ്പം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ലെസ് എക്സ്പെൻസീവ് മാനേജ്മെൻറ്റ് എന്നുള്ള പേരിലുള്ള ചെലവുകൾ വളരെ കുറവ്. ദെൻ കണ്ടിന്യൂറ്റി, തുടർച്ചയായിട്ടുള്ള ഒന്ന്. ഗുണങ്ങളുണ്ടെങ്കിൽ അവിടെ ദോഷങ്ങളും ഉണ്ടാവും അല്ലേ? ഏകാംഗ വ്യാപാരത്തിനും ഗുണങ്ങളെപ്പോലെ തന്നെ ഏതാനും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഏകാംഗ വ്യാപാരത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് പഠിക്കാം. ഒന്ന്, ലിമിറ്റഡ് ക്യാപിറ്റൽ. അതായത് ദർ ഈസ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു സോൾ പ്രൊപ്പറേറ്റർ ഫേസ് ചെയ്യേണ്ടി വരുന്ന വലിയൊരു പ്രശ്നം. എപ്പോഴും ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടും സാമ്പത്തിക സഹായം ഒക്കെ ബാങ്കുകളിൽ പോലുള്ള നേടിയെടുത്തിട്ടും ഒക്കെയാണ് അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന് അഡ്വാൻസ് ലോൺ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ സോൾ ട്രേഡർ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതായത് എത്ര കണ്ട് അയാൾ തിരിച്ചടയ്ക്കാൻ പ്രാപ്തനാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇത്തരം ഫേംസ് ലോണുകൾ കൊടുക്കുന്നത്. ആയതുകൊണ്ട് ക്യാപിറ്റൽ മിക്കവാറും ഷോർട്ട് ആയിരിക്കും, ലിമിറ്റഡ് ക്യാപിറ്റലാണ് ഉള്ളത്. രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. നേരത്തെ ഫീച്ചറിൽ പറഞ്ഞ പോലെ തന്നെ സോൾ ട്രേഡറുടെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ബിസിനസ്, എന്തെങ്കിലും കാരണത്താൽ ബിസിനസ് കടം വന്നു അത് നഷ്ടത്തിലായി, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ, പുറമേക്ക് ബാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വത്തുക്കൾ പോലും അറ്റാച്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഹിസ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആൾസോ മേ ബി അറ്റാച്ച്ഡ്. ആയതുകൊണ്ട് ബാധ്യതകൾ അനന്തമാണ്, ലിമിറ്റഡ് അല്ല. മൂന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസിയാണ്. നേരത്തെ പറഞ്ഞു ഒരു സോൾ പ്രൊപ്പറേറ്റർക്ക് ക്യാപിറ്റൽ വളരെ കുറവായിരിക്കും. അദ്ദേഹത്തിന് നല്ല എക്സ്പെർട്ടായിട്ടുള്ള മാനേജ്മെൻറ്റ് സ്കില്ലുള്ള വ്യക്തികളെയോ മറ്റും അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം വ്യക്തികളുടെ, പ്രൊഫഷണലുകളുടെ ടാലൻസ്, സ്കിൽസ് ഒന്നും ഊറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി കുറവായിരിക്കും എന്നുള്ളത് പോരായ്മ. ഇത് ദോഷമായിട്ടും പറയുന്നു, അതുപോലെ തന്നെ നമ്മൾ ഗുണമായിട്ടും പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നാലാമത്തെ, അൺസർട്ടൺ ഫ്യൂച്ചർ. ഭാവി അനിശ്ചിതത്വം ഇവിടെ ഉണ്ട്.
ഭാവി ഉണ്ട് എന്ന് നമ്മൾ ഗുണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഭാവിയിൽ അനിശ്ചിതത്വം ഇവിടെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഏകാംഗ വ്യാപാരി അത് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നായിരിക്കാം, ഹെറിഡിറ്ററി ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് അതിനുള്ള സ്കില്ലുള്ളത് കൊണ്ടും ബിസിനസ് കൊണ്ട് നടക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മകൻ ആ ബിസിനസ് കൊണ്ട് നടക്കണമെന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് ഹി മേ നോട്ട് ബി ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ബിസിനസ്, അല്ലേ? അദ്ദേഹത്തിന് ഈ മകന് ഈ ബിസിനസ്സിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകണമെന്നില്ല, അച്ഛൻ്റെ പോലുള്ള സ്കില്ലോ ടാലൻറ്റോ ഉണ്ടാകണമെന്നില്ല. അതുമാത്രമല്ല, പുതിയ ആധുനിക യുഗത്തിൽ വ്യക്തികൾ അത്തരത്തിലുള്ള പഴയ സമ്പ്രദായങ്ങളും ഫോളോ ചെയ്യണമെന്നും ഇല്ല. ഹി മേ സംടൈംസ് ഡ്രോപ്പ് ദ ബിസിനസ് ഇൻ ഫ്യൂച്ചർ. ഏതെങ്കിലും കാരണവശാൽ അത് കൊണ്ടു നടക്കാൻ ഇടയായാൽ തന്നെ കുറേ കാലമൊന്നും കൊണ്ടു നടക്കില്ലായിരിക്കും, കുറച്ച് കാലത്തിനുള്ളിൽ അത് ചിലപ്പോൾ ഡ്രോപ്പായി എന്നും വരാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ അൺസർട്ടൺ ആണ് എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. ലാസ്റ്റ്ലി, വീക്ക് ബാർഗെയിനിങ് പവർ. സാധാരണ ഒരു സോൾ പ്രൊപ്പറേറ്ററുടെ വാങ്ങൽ വിൽക്കൽ എന്ന് പറയുന്ന ഈ ബയ്യിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ രീതിയിലാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റിയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് സർവീസസ് ഒക്കെ വാങ്ങുന്നത് ലിമിറ്റഡ് സ്കെയിലാണ്, വിൽക്കുന്നതും ലിമിറ്റഡ് സ്കെയിലാണ്. ആയതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ബൾക്ക് പർച്ചേസസ് അവിടെ ഇല്ല. ബൾക്ക് പർച്ചേസസ് അവിടെ സാധ്യമാകുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ തന്നെ അതിനോട് അനുബന്ധിച്ച് കിട്ടേണ്ടതായിട്ടുള്ള ഗുണങ്ങൾ, അതായത് ബാർഗെയിനിങ് പവർ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. ബാർഗെയിനിങ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വില പേശുക എന്ന് പറയുന്നത്. അങ്ങനെ വില പേശാനുള്ള ഒരു കഴിവ് ഒരു സോൾ ട്രേഡറിനെ സംബന്ധിച്ച് വളരെ വളരെ കുറവായിരിക്കും. വീക്ക് ബാർഗെയിനിങ് പവർ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ, അതായത് ഏകാംഗ വ്യാപാരത്തിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചും അതിൻ്റെ സ്യൂട്ടബിലിറ്റിയെക്കുറിച്ചുമാണ്. അതായത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ദർ ഇസ് നോ നീഡ് ഫോർ രജിസ്ട്രേഷൻ. അങ്ങനെ വലിയ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും ഒരു ഏകാംഗ വ്യാപാരത്തിന് ഇല്ല. പക്ഷേ ആ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തുന്ന ആൾ താഴെ പറയുന്ന കാര്യങ്ങൾ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളണം. അതായത് ഒന്നാമത്തെ പറയുന്നത്, സെലക്ട് എ ട്രേഡ് നെയിം ഫോർ ദ ബിസിനസ്. ഒരു ബിസിനസ്സും നെയിം ഇല്ലാത്ത ഒന്നാകാൻ പാടില്ല. ദർ ഷുഡ് ബി എ ട്രേഡ് നെയിം. ബിസിനസ് അല്ലെങ്കിൽ ഷോപ്പിന് ഒരു പേരുണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ട്, ചില ബിസിനസ്സുകളിൽ നാം വിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങുന്നതായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ചിലതെങ്കിലും GST ബാധകമായതോ അല്ലെങ്കിൽ VAT ബാധകമായതോ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ GSTന് കീഴിൽ അല്ലെങ്കിൽ വാറ്റിന് കീഴിൽ രജിസ്ട്രേഷൻ എടുക്കുക. മൂന്നാമത്തെ കാര്യം, എല്ലാ വ്യാപാരികൾക്കും ഇപ്പോൾ പാൻ നമ്പർ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പാൻ കാർഡിന് അപേക്ഷിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഒന്ന്, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലോ അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ള ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ ഒരു അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ്സുകാർക്ക് ഓപ്പൺ ചെയ്യാവുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അവസാനമായിട്ട് അദ്ദേഹത്തിന് ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണോ അല്ലെങ്കിൽ കോർപ്പറേഷനാണോ, അതാണ് പറയുന്നത് ലോക്കൽ അതോറിറ്റിയിൽ നിന്ന്, അവിടെ നിന്നും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ലഭിക്കുക, അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു സോൾ പ്രൊപ്പറേറ്റർ ആദ്യമായിട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചെയ്തു തീർക്കേണ്ടത്. അടുത്തത്, ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഏതെല്ലാം ബിസിനസ്സുകൾക്കാണ് അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ടൈപ്പ്, ബിസിനസ് ദാറ്റ് റിക്വയർസ് ലോ ക്യാപിറ്റൽ, ലോ റിസ്ക് ആൻഡ് ലോ സ്പേസ്. വളരെ കുറച്ച് ക്യാപിറ്റൽ മതി, അതുപോലെ റിസ്ക് വളരെ കുറവുള്ളതും വളരെ സ്ഥലപരിമിതി കുറച്ച് മാത്രം ആവശ്യമുള്ളതുമായിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഈ വളരെ സ്യൂട്ടബിളാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഒന്ന്, ടീ ഷോപ്പുകൾ തുടങ്ങുക, ബേക്കറികൾ, സ്റ്റേഷനറി ഷോപ്പ്, ഫ്ലവർ ഷോപ്പ്, DTP ഷോപ്പ്, ഇതൊക്കെയും അതിന് സ്യൂട്ടബിളാണ്. രണ്ട്, ബിസിനസ് വെയർ പേഴ്സണൽ സ്കിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ചില ബിസിനസ്സുകൾക്ക് വ്യക്തിയുടെ സ്കില്ല് അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള ടാലൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ടൈലറിങ്, ഗാർമെൻറ്റ് മേക്കിംഗ്, ഗാർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഉണ്ടാക്കുന്നത്, സലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർബർ ഷോപ്പാണ് ഉദ്ദേശിക്കുന്നത്, മുടി വെട്ടുന്ന, ദെൻ റിപ്പയറിങ്, ബൈക്ക് റിപ്പയറിങ്, കാർ റിപ്പയറിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ.
മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോഡക്ട്സിന് ലിമിറ്റഡ് മാർക്കറ്റ്, ഏതാനും ഒരു പരിധിക്കുള്ളിൽ, ഒരു ഏരിയയ്ക്കുള്ളിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിലുള്ള വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾക്കുള്ള മാർക്കറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് റീറ്റെയിൽ ഷോപ്പുകൾ എന്ന് പറയുന്നത്. പലചരക്ക് ഷോപ്പുകളെല്ലാം സ്റ്റേഷനറി ഷോപ്പുകളും ആകാം. ദെൻ മറ്റൊരു കാര്യം ബിസിനസ് വിത്ത് സർവീസസ് ഓൺലി, ചില സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചില ബിസിനസ്, ഉദാഹരണം പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ തുടങ്ങുന്നതായിട്ടുള്ള അവരുടെ ഫേമുകൾ, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അവരുടെ ഫേം. ലാസ്റ്റ്ലി ദോസ് ഡീലിംഗ് വിത്ത് പെരിഷബിൾ തിങ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുന്ന, ചീത്തയായി പോകുന്ന സാധനങ്ങൾ ആണ് നമ്മുടെ ബിസിനസ്സിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉദാഹരണം ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ഷോപ്പ്, ഫ്രൂട്ട് ഷോപ്പ്, വെജിറ്റബിൾസ് വിൽക്കുന്നത്, മിൽക്ക് പ്രോഡക്ട്സ് വിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതോടുകൂടി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള കാര്യം എന്നുള്ള വിഭാഗം അവസാനിക്കുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ നോട്ട്, കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ.